നിങ്ങളുടെ ഇഷ്ട പരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. ഉറപ്പായും അവൾക്കൊരു ലക്ഷ്യവും അത് സാധിക്കാനുള്ള ഒരു പദ്ധതിയുമായിട്ടായിരിക്കും അവൾ വന്നിരിക്കുന്നത്. പക്ഷെ അത് അവളുടേതാണോ അവളെ പറഞ്ഞയച്ചവരുടേതാണോ എന്ന് മാത്രമേ ഇനിയിപ്പോ അറിയാനുള്ളൂ. അവളെ അയച്ചത് ഉറപ്പായിട്ടും ആ കമ്മീഷണർ ആവും. അങ്ങനെയാണെങ്കിൽ വർഷങ്ങളായി തുടരുന്ന പകയുടെ ബാക്കി തന്നെയാവും ഇത്. അങ്കിളിനെയും കുടുംബത്തെയും ആദ്യം ഇല്ലാതാക്കാൻ നോക്കി, പിന്നെ എന്നെയും പൂജയും കൊല്ലാൻ നോക്കി. നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചാലും ഏറ്റവും കൂടുതൽ സങ്കടപ്പെടാൻ പോകുന്നത് അവരാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ. അതെ, ഇപ്പൊ ഓർക്കുമ്പോഴാണ് പൂജയോടുള്ള സ്നേഹനിമിത്തം വീട്ടിൽ വന്ന് റാണി കാണിച്ചു കൂട്ടിയ പലതും ഞാൻ കണ്ടില്ലെന്ന് നടിച്ചു. അല്ലെങ്കിൽ ആക്സിഡന്റിന് ശേഷം മനസ്സ് പാനിക് ആയതുകൊണ്ടാണെന്ന് സമാധാനിക്കാൻ ശ്രമിച്ചു. അമ്മയോട് പോലും ഒരിക്കലും പെരുമാറാത്ത തരത്തിൽ അവൾ പെരുമാറിയിരുന്നു. അതിലെനിക്ക് സംശയം തോന്നാതിരിക്കാൻ പിറ്റേന്ന് തന്നെ അവൾ അവളുടെ മനസ്സിന്റെ പ്രശ്നമാണെന്ന് പറഞ്ഞ് മാപ്പ് പറയാനും ശ്രദ്ധിച്ചിരുന്നു. നിങ്ങളെ എല്ലാവരെയും അവൾ വ്യക്തമായി പഠിച്ചിട്ടാണ് വന്നത്. ആദ്യം ചില തെറ്റുകുറ്റങ്ങൾ പറ്റിയെങ്കിലും പിന്നീട് അവൾ അത് തിരുത്തി മുന്നോട്ട് പോവുകയായിരുന്നു. അവൾ ചെയ്തത് ഓരോന്നും മനഃപൂർവ്വം കുടുംബത്തെ തകർക്കാൻ ചെയ്തതാണെന്ന് എനിക്ക് തെളിയിച്ചേ പറ്റൂ. അവളെ കൊണ്ട് തന്നെ അവള് ശരിക്കും ആരാണെന്ന് വീട്ടുകാരുടെ മുമ്പിൽ വെച്ച് ഞാൻ പറയിപ്പിക്കും. അതിനു മുമ്പ് എല്ലാ തെളിവുകളും നമ്മുടെ ഭാഗത്ത് ശേഖരിച്ചു വെക്കണം. അതിബുദ്ധിയുള്ള പൊന്മാന് പറ്റുന്ന അതേ അബദ്ധം റാണിക്കും തന്റെ വീട്ടിൽ പറ്റിയിട്ടുണ്ട്. സത്യത്തിൽ അച്ഛമ്മയുടെ മുറിയിൽ നിന്ന് സ്വർണം മോഷ്ടിച്ചതും അതിന്റെ പകർപ്പെടുത്ത് സ്നേഹയുടെ വീട്ടിൽ വെച്ചതും പിന്നീട് പിടിക്കപ്പെടുമെന്നായ സമയത്ത് മധുവാന്റിയുടെ റൂമിലേക്ക് മാറ്റിയതും ഒക്കെ അവള് തന്നെയായിരിക്കണം. അതിലൊരു സംശയം വേണ്ട. റാണി ഏത് കടയിൽ നിന്നാണ് ആ സ്വർണത്തിന്റെ അതേ മോഡലിലുള്ള റോൾഡ് ഗോൾഡ് എടുത്തതെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് ഞാൻ കണ്ടെത്തിക്കോളാം. അതിനിടയിൽ എന്റെ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് തന്നെ അവളുടെ കള്ളത്തരങ്ങള് ഓരോന്നായിട്ട് പൊളിക്കാനുള്ള പണി ഞാൻ നോക്കിക്കോളാം. അതെ, എത്രയും വേഗം പൂജ എവിടെയെന്ന് കണ്ടെത്താനുള്ള കാര്യങ്ങൾ നീക്കണം. അതിനോടൊപ്പം റാണിയെയും അവളെ അയച്ചവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരികയും വേണം. അതെ, ഇനി അതാവണം നമ്മുടെ ഒരേ ഒരു ലക്ഷ്യം. ഇന്നെന്താ നേരത്തെ? കോടതിയില്ലേ? ഇന്നൊരു മീറ്റിംഗ് ഉണ്ടായിരുന്നു, അത് ക്യാൻസലായി. അല്ല, സാധാരണ ദിവസങ്ങൾ ഇങ്ങനെ വരാത്തതാണല്ലോ, അതുകൊണ്ടാ അമ്മ ചോദിച്ചേ. അതെ, ഇന്ന് ഓഫീസിൽ ഇരിക്കുമ്പോഴേ നല്ല നാടൻ മാമ്പഴം റോഡ് സൈഡിൽ ഇട്ട് വിൽക്കണമുണ്ട്. ജോർജ് കുട്ടി എന്ന് 2 കിലോ അങ്ങ് വാങ്ങി. അപ്പോ മാമ്പഴ പുളിശ്ശേരി കഴിക്കണമെന്ന് ഒരാഗ്രഹം. പൂജയാണെങ്കിൽ അതിൽ മിടിക്കുകയാണല്ലോ. അവളെ കൊണ്ട് അത് ഉച്ചയ്ക്ക് ഉണ്ടാക്കിപ്പിക്കാന്ന് കരുതി വന്നതാ. അസലായി. അപ്പൊ പിന്നെ ആഗ്രഹം നടന്നു തന്നെ. അതെന്താ മധു നീ അങ്ങനെ പറഞ്ഞത്? അവള് നല്ല അസലായിട്ട് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമല്ലോ, പിന്നെന്താ? കഴിഞ്ഞ വിഷുവിന് ഇവിടെ കിടന്ന് ചക്രശ്വാസം വലിക്കുന്നത് നമ്മളെല്ലാരും കണ്ടല്ലേ അമ്മേ. കനേച്ചി ഉണ്ടായിരുന്നോണ്ട് അന്ന് രക്ഷപ്പെട്ടു. നിങ്ങൾ അയാളെ കൊച്ചാക്കൊന്നും വേണ്ട. ഇത്തവണ ഒരാളുടെ സഹായവും ഇല്ലാതെ പൂജ തന്നെ ചെയ്യും, അല്ലേ? എന്താ? ഒന്നുമില്ല മോളെ, അവ മാമ്പഴം കണ്ടപ്പോ വാങ്ങിക്കൊണ്ട് വന്നു. മോൾ അതൊന്ന് തയ്യാറാക്കി കൊടുക്ക. ജ്യൂസ് അടിക്കാനാണോ? പെട്ടെന്താ, ഞാൻ ശരിയാക്കി തരാം. ജ്യൂസ് അടിക്കാൻ ആർക്കും പറ്റും. തൊലി ചെത്തി മിക്സിയിലിട്ടൊന്ന് കറക്കിയാ പോരെ. പിന്നെന്താ, ഷേക്ക് വല്ലതും അടിക്കണം? ഷേക്കും കേക്കും ഒന്നും വേണ്ട. നീ ചെന്ന് ഇത്തിരി മാമ്പഴം എടുത്ത് ഒരു ഉഗ്രൻ മാമ്പഴ പുളിശ്ശേരി തയ്യാറാക്ക. അർജുൻ ഊണ് കഴിച്ചു പോകാനുള്ളതാ. ഇയാളിതെനിക്ക് മനഃപൂർവ്വം തരുന്ന പണിയാണോ? പൂജയെ കണ്ടുപിടിക്കുന്നതുവരെ ഞാൻ നിന്നെ ഇവിടെ ഇട്ട് കറക്കും. നീ പൂജയല്ലാന്ന് നിന്നെ കൊണ്ട് തന്നെ ഞാൻ പറയിക്കും. മാമ്പഴ പുളിശ്ശേരി എങ്കിൽ മാമ്പഴ പുളിശ്ശേരി. എന്താ പൂജ ആലോചിക്കുന്നേ? സഹായം വല്ലതും വേണോ? വേണ്ട മധുവിന്റെ. അതെ, കനേച്ചിയുടെ സഹായം ഒന്നും എടുക്കരുത് കേട്ടോ. അതെ, ചിലപ്പോ കനയേച്ച സഹായിക്കും. ഞാനൊന്ന് പോയി നോക്കിട്ട് വരാവേ. മധുവിന്റെ ഒരു കാര്യം, പൂജ എങ്ങനെയെങ്കിലും തോൽപ്പിക്കണമെന്ന് മനസ്സിൽ എപ്പോഴും ചിന്തിച്ചോണ്ട് നടക്കുക.
കനേജി അല്പനേരം ഇവിടുന്ന് ഒന്ന് മാറി നിൽക്കണം. എന്തു പറ്റി? അന്ന് വിഷുവിന് നടക്കാതെ പോയ കറിവെപ്പേ പൂജ ഇന്ന് ഒറ്റയ്ക്ക് ചെയ്യാൻ പോവാ. കനകേച്ചി ഇടപെട്ട് ആ കറിയുടെ സ്വാദ് നഷ്ടപ്പെടുത്തരുത് പ്ലീസ്. വാ നമുക്ക് പോവാം. അല്ല കനകേച്ചി ഇവിടെ നിൽക്കുന്നതിൽ എനിക്ക് വിരോധമൊന്നും ഇല്ല കേട്ടോ. അയ്യോ എനിക്ക് വിരോധമുണ്ട്. കനകേച്ചി ഒരാശ്രിത വത്സയ, സഹായിക്കാനുള്ള മനസ്സ് ഇച്ചിരി കൂടുതലാ. അതുകൊണ്ട് പൂജ തനിയെ ചെയ്യുന്നതാ അതിന്റെ ഒരു ഇത്. സ്വന്തം കൈപുണ്യത്തിന് ക്രെഡിറ്റ് എന്തിനാ വെറുതെ കനകേച്ചിക്ക് കൊടുക്കുന്നത് അല്ലേ? കനകേച്ചി കുറച്ചു നേരം നമുക്ക് അടുക്കള പൂർണ്ണമായിട്ടും പൂജയ്ക്ക് വിട്ടുകൊടുക്കാം. വാ. അല്ല എന്തിനാ കുഞ്ഞെ വെറുതെ ഒരു... അയ്യോ ഇത് എന്റെ ഐഡിയ അല്ല, അർജുന്റെ ഐഡിയ. കനകേച്ചി വാ. വാ. ശരി. ആഹാ എന്തായി മോളെ? അയ്യോ എന്ത് പറ്റി മോളെ? മാമ്പഴ പുളിശ്ശേരി കണ്ണി പോയോ? ഇതെന്താ മാമ്പഴം മുളകിട്ട് പുഴുങ്ങി വെച്ചേക്കുന്നോ? അയ്യോ മാമ്പഴ പുളിശ്ശേരിക്ക് പകരം മുളകിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങള് ചിരിച്ചപ്പോ ദേഷ്യം വന്ന് ഓടിപ്പോന്നാ. ദേഷ്യം കൊണ്ടല്ല ചേട്ടാ, എനിക്കെന്തോ കാര്യമായിട്ട് പറ്റിയിട്ടുണ്ട്, അത് ഉറപ്പാ. പെട്ടെന്നെല്ലാം മറന്നതുപോലെ. എല്ലാരും കൂടി എന്നെ കളിയാക്കി ചിരിച്ചപ്പോ എനിക്ക് സഹിക്കാനായില്ല. അതിന് ഞങ്ങളെ കളിയാക്കി ചിരിച്ചല്ല പൂജ, ആ മാമ്പഴത്തിന്റെ കിടപ്പ് കണ്ടപ്പോ